ഹലോ, സിനുവേട്ടനാണോ? ഞാൻ വിലാസിനിയാണ്. ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ നാം തമ്മിൽ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്തുണ്ടായെന്ന് പറയൂ. എല്ലാം നേരിൽ പറയാം. ചേട്ടൻ 12 മണി കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ശരി, ഞാൻ കാറുമായിട്ട് വരാം. അതുവരെ ധൈര്യമായിട്ടിരിക്കും. വിലാസിനി ശരിക്കും എന്റെ വലയിലകപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. രാജൻ എന്റെ സഹോദരിയോട് ചെയ്തതിന്റെ പ്രതികാരം ഞാൻ ഇന്ന് തീർക്കും. കുഞ്ഞ് പറയുന്നത് കേൾക്കൂ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ് പോവരുതേ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ്, കുഞ്ഞ് പോവരുത്. ഞാൻ മാറില്ല. കുഞ്ഞ് പോയെന്നറിഞ്ഞാൽ അങ്ങ് തന്നെ വെടിവെച്ച് കൊല്ലും. ഇവിടെ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല. കുഞ്ഞ് അങ്ങനെ പറയരുത്. ഇനിയും ഞാൻ ഈ വീട്ടിൽ കഴിയണോ അല്ലേ? വേണം, വേണം കുഞ്ഞ്. കുഞ്ഞു പോയാൽ ഈ കുടുംബത്തിന്റെ മാനം പോകും. എടാ, സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തിന്റെ കിടപ്പറയിലാക്കി കൊടുത്ത നീയാണോടാ മാനത്തെ പറ്റി പറയുന്നത്? കുഞ്ഞെ, കുട്ടപ്പൻ നിരപരാധിയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ വല്ലയിടത്തും പോയി ചാകടാ. ചാകേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപ് ഈ കുടുംബം പൊട്ടിത്തെറിക്കുമായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കുഞ്ഞിന്റെ കൂട്ടുകാരി രജനി മരിച്ചത് ഈ വീട്ടിൽ വെച്ചാണെന്നറിയാമോ? എന്താ നീ പറഞ്ഞത്? എല്ലാം ഞാൻ പറയാം. ഏമാൻ ബാംഗ്ലൂരിലേക്ക് പോയ ദിവസം രാജൻ കുഞ്ഞ് രജനിക്ക് ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. അത് ശരിയാവില്ല രജനി, ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ ആരും ഇല്ലെന്നേ. പ്ലീസ്, വേഗം വരുന്നേ. ഹലോ ഹലോ, ആരാ കുഞ്ഞ പാർട്ടി? ഏത് പാർട്ടി? താന്ന് പോടോ. എന്തിനാ കുഞ്ഞെ ഒടിയന്റെ മുമ്പിൽ മായം തിരിയണത്? ഞാനിതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കില്ലായിരുന്നു. കുട്ടപ്പ, 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 അതെന്റെ ഒരു ഗേൾ ഫ്രണ്ടാണ്. പേര് രജനി. അന്നോട് ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരുന്നു. കുട്ടപ്പൻ കണ്ടു കാണും. കണ്ടിരിക്കാം. വീശിക്കാം. എന്തിനാ കുട്ടപ്പ? കുട്ടപ്പ, എനിക്കൊരു ഉപകാരം ചെയ്യണം. പറഞ്ഞോ. രജനി ഇന്നിവിടെ വരും. ആരും കാണാതെ അവളെ എന്റെ മുറി പറഞ്ഞു വിടണം. ശ്രമിക്കാൻ. അങ്ങനെ അങ്ങ് പറഞ്ഞാലെങ്ങനെയാ? എന്റെ കുഞ്ഞിന്റെ ഡാഡി ഇല്ലാത്ത ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ? കുട്ടപ്പ, ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ എന്ത് വേണം? രജനി കുഞ്ഞ് ഇവിടെ വന്നാ കുഞ്ഞിന്റെ മുറിയിലേക്ക് അയക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇത് അവിടെ പിടിച്ചാ മതി. കുട്ടപ്പ, 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 ഡാഡി പോയില്ലേ? ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ പോവുകയാണ്.
മാഗി മാഗി യെസ് സർ. ഗെറ്റ് മീ സം ഡ്രിങ്ക്സ്. ഓക്കെ സർ. Close the curtain. എന്തേ പോയിട്ട് തിരിച്ചു വന്നത്? കാലാവസ്ഥ മോശമായതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ. എക്സ്ക്യൂസ് മീ, രജനി ഒന്ന് വിളിക്കാവോ? ഓ ഷുവർ, ഇരിക്കും. താങ്ക് യു. രജനി കുളിക്കാൻ ഇപ്പൊ വരും. ശരി. അയ്യോ, ആരോ വന്നിരിക്കുന്നു. രജനി കുഞ്ഞെന്നല്ലേ പേര്? അതെ. അയ്യോ, രാജകുഞ്ഞ് എത്ര നേരെ കാത്തിരിക്കുന്നു. മുകളിലോട്ടല്ലേ, മുറിയിലുണ്ട്. ആ രാജേട്ടാ, ഞാൻ രാജേട്ടനെ അല്ല വിലാസിനെ കാണാൻ വന്നതാണ്. അറിയാം, എല്ലാം എനിക്കറിയാം. നീ അങ്ങനെ പോയാലോ? നീ എവിടെ പോയതായിരുന്നു എന്റെ മേഘിക്കുട്ടി? ഞാൻ മേജർ സാറിന് ഡ്രിങ്ക്സ് കൊടുക്കാൻ പോയതാ. മേജർ സാർ വന്നോ? അപ്പോ രജനി കുഞ്ഞ്? അയ്യോ,
എക്സ്ക്യൂസ് മീ, രജനി ഇവിടെ ഇല്ലേ? രജനി ഇവിടെ ഇല്ല, പുറത്തു പോയല്ലോ. അപ്പൊ കുളിച്ചുകൊണ്ടിരുന്നത്? അത് ഞാനായിരുന്നു. ഈ വിവരം നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പുറത്താരെങ്കിലും അറിയാനിട വന്നാൽ നിന്നെ ഞാൻ ചുട്ടുകളയും. പുറത്ത് ഇവളെന്നെ കണ്ട് ഭയന്ന് ടെറസിലേക്ക് ഓടിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. രജനി എന്നെ കാണാൻ വന്നാണ് ഡാഡി. എല്ലാം എനിക്കറിയാം. ഏതായാലും രജനിക്ക് ഈ അപകടം സംഭവിച്ചതിലേക്ക് വിവരം പോലീസിൽ അറിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് നിന്നെയായിരിക്കും. നീയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ തകരും. പ്രായപൂർത്തിയായ നിന്റെ പെങ്ങളെ കയ്യേൽക്കാൻ ഈ ലോകത്താരും കാണില്ല. എല്ലാം തകരുന്നതാണോ നല്ലത്, അതോ ഈ സംഭവം രഹസ്യമായി വെക്കുന്നതോ? ആലോചിച്ചു നോക്കൂ. ആലോചിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡാഡി പറയുന്നത്? ഭയപ്പെടാതെ തൽക്കാലം ഈ ജഡം ഇവിടെ നിർത്തി മാറ്റൂ. രാത്രിയാവട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണ് രജനി കുഞ്ഞ് മരിച്ചത്. ഇത്രയും കാലം ഇവിടുത്തെ ചോറ് തിന്നിട്ട് ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്യരുതല്ലോ എന്ന് കരുതിയാണ് ഞാനിതെല്ലാം മറച്ചു വെച്ചു. എനിക്ക് മതിയായി. ഇനിയും ഞാനിവിടെ നിന്നാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. ഞാൻ പോകുന്നേട്ടാ. വിനുവേട്ടാ, നമുക്ക് പോകാം. ഇല്ല, എന്റെ കണക്ക് തീർക്കാൻ സമയമായി. വേണ്ട, നമുക്ക് പോകാം. എന്റെ പെങ്ങളെ കൊണ്ടവന്റെ ചോര കുടിച്ചാൽ ഞാൻ പോകൂ. വേണ്ട, ഇല്ല, അച്ഛനെന്നെ കൊന്നാലും ഞാൻ മാറില്ല. നീ എന്റെ മകളെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കാണല്ലേ? ഇനി നിന്റെ മകളെ എനിക്ക് ആവശ്യമില്ലടാ.
എന്റെ പെങ്ങളെ കൊണ്ട നിന്റെ ചോരയാണ് എനിക്ക് ആവശ്യം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ, ഞാൻ മേജർ സാറിനെ വിട്ടാണ് വിളിക്കുന്നത്. വേഗം വരണം സാർ, ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ പോയിക്കോളൂ. ഇനി എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ചേട്ടൻ പോ. ഇൻസ്പെക്ടർ, ഇവന്റെ മകളെ വെടിവെച്ച് കൊന്നു. ഞാനോ? എന്റെ മകനെ കൊന്നത് ഇവൻ തന്നെയാണ്. എടോ ദ്രോഹി! എന്റെ പെങ്ങളെ കൊന്ന് നിന്നെ കുഴിച്ചു മൂടാതെ എന്നെ അടച്ചിടാൻ ഇവിടുത്തെ ജയിലുകൾക്ക് ശക്തിയില്ല. ഞാൻ എന്തെങ്കിലും തിരിച്ചു വരും. തിരിച്ചു വരുമെടോ, തിരിച്ചു വരും.